പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കലിയുഗത്തെ കുറിച്ചാണ് കേട്ടോ. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പഞ്ചപാണ്ഡവർക്ക് കലിയുഗം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് കുറേ സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ കലിയുഗമായി തീർന്നിട്ടുണ്ട്. അതായത് മനുഷ്യന്റെ ജീവിത ശൈലിയും സ്വഭാവവും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഭഗവാൻ പഞ്ചപാണ്ഡവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഭഗവാൻ പറഞ്ഞതെന്നും ആ കഥയെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കലിയുഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഏതൊക്കെയാണ് 4 യുഗങ്ങൾ എന്ന് ഒന്നറിയാം. ആദ്യത്തെ യുഗമാണ് കൃതയുഗം, അതായത് സത്യയുഗം എന്ന് അറിയപ്പെടും. ഗോൾഡൻ ഏജ്, അതാണ് ആ യുഗത്തെ നമ്മൾ പറയുന്നത്. അതായത് സത്യവും ധർമ്മവും നീതിയും മാത്രം ആൾക്കാര് പാലിച്ച് കൊണ്ടുപോകുന്ന യുഗമാണ് കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ളതാണ് ത്രേതായുഗം. ത്രേതായുഗത്താണ് രാമായണം നടന്നിരിക്കുന്നത് കേട്ടോ. രാമന്റെ അയനം നടന്ന യുഗമാണ് ത്രേതായുഗം. സ്നേഹത്തിനും ത്യാഗത്തിനും ഒരുപാട് വിലയുള്ള യുഗമാണ് ത്രേതായുഗം. പക്ഷെ എങ്കിലും കുറച്ചൊക്കെ അസുര പ്രവർത്തികൾ ഉത്ഭവിച്ചു തുടങ്ങുന്ന യുഗമാണ് ത്രേതായുഗം. അതിനുശേഷമുള്ള യുഗമാണ് ദ്വാപരയുഗം. ദ്വാപരയുഗത്തിലാണ് മഹാഭാരതം അരങ്ങേറുന്നത്. അതായത് എല്ലാ കള്ളത്തരത്തിന്റെയും കപടത്തരത്തിന്റെയും ഒക്കെ ഒരു ഉത്ഭവം നടക്കുന്ന യുഗമാണ് ദ്വാപരയുഗം എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതാരമെടുത്ത യുഗമാണ് ദ്വാപരയുഗം. എങ്കിൽ പോലും ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കലിയുഗത്തിൽ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു കറക്റ്റ് പിക്ചർ ഭഗവാൻ തരുന്ന യുഗമാണ് ദ്വാപരയുഗം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള യുഗമാണ് കലിയുഗം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന യുഗമാണ് കലിയുഗം. എന്താണ് കലിയുഗത്തിൽ നടക്കുന്നത് അല്ലെ? സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും ഒന്നും ഒരു വിലയും ഇല്ലാത്ത യുഗമാണ് കലിയുഗം എന്ന് പറയുന്നത്. അപ്പോ ദ്വാപര യുഗത്തിൽ തന്നെ ഭഗവാൻ കുറെ സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കലിയുഗത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുക, എങ്ങനെയാണ് മനുഷ്യന്റെ മാനസിക അവസ്ഥ, എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിത ശൈലി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഭഗവാൻ ഒരു ക്ലിയർ പിക്ചർ പഞ്ചപാണ്ഡവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കഥയും അതെങ്ങനെയാണ് ആ കഥ നടക്കാനുള്ള സാഹചര്യവുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ദ്വാപര യുഗത്തില് പാണ്ഡവർക്ക് നേരെ അങ്ങേയറ്റം അനീതിയാണ് നടന്നത്. അതായത് ദ്രൗപദി, പാഞ്ചാലത്തിന്റെ രാജകുമാരിയായ പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യയായ ദ്രൗപദിക്ക് നേരെ അടക്കം അങ്ങേയറ്റം വലിയൊരു അനീതി നടന്നിട്ടുണ്ട്. ഒരു സ്ത്രീക്കും അംഗീകരിക്കാൻ പറ്റാത്ത വലിയൊരു അനീതിയാണത്. എന്നിട്ട് പോലും അവർ യുദ്ധം ധർമ്മത്തിലൂടെ ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരോടൊപ്പം നിന്നിട്ട് അവർക്ക് തക്കതായ സമയത്ത് കറക്റ്റായ ഒരു ഡിസിഷൻസ് എടുക്കാനും ഉള്ളൊരു സജഷൻസ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുക്കേണ്ടായി. അപ്പൊ അത് പ്രകാരമാണ് അവർ യുദ്ധം ജയിച്ചത് തന്നെ കുറച്ചൊക്കെ അനീതി പ്രയോഗിച്ച് തന്നെയാണ് അല്ലെ. അവിടുന്ന് തുടങ്ങുകയാണ് കലിയുഗത്തിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. അങ്ങനെ യുദ്ധം പഞ്ചപാണ്ഡവർ ജയിച്ച് യുധിഷ്ഠിരൻ സാമ്രാട്ടായി സന്തോഷത്തോടു കൂടിയും അതേപോലെ തന്നെ ധർമ്മത്തോടു കൂടിയും നീതിയോടുകൂടിയും രാജ്യം ഭരിക്കുന്ന സമയമാണ്. ഹസ്തിനപുരി അത്ര ധർമ്മപുരിയായി മാറിയിരിക്കുകയാണ്. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹസ്തിനാപുരി സന്ദർശിക്കുകയാണ്. അതാ കോട്ടവാതിലിന്റെ മുന്നിൽ പഞ്ചപാണ്ഡവൻ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. യുധിഷ്ഠിരനും ഭീമനും അർജുനനും നകുലനും സഹദേവനും ഒക്കെ ഭഗവാനെ ആനയിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊട്ടാരത്തിനകത്തെത്തുന്ന ഭഗവാൻ ആദ്യം തന്നെ അവരെല്ലാവരും ഭഗവാന് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം അവരൊരു വലിയ ചർച്ചയിൽ ഏർപ്പെടുകയാണ്. എന്താണ് ചർച്ചാ വിഷയം എന്ന് പറയുന്നത്? അതായത് ധർമ്മവും നീതിയും ന്യായവും ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു യുഗം ഉണ്ടാവുന്നത് എന്ന്. അതായത് ഭഗവാൻ യുദ്ധം ചെയ്യുന്ന സമയത്ത്, അതായത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ആ സമയത്ത് തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്നത് കലിയുഗമാണ് എന്ന്. കലിയുഗത്തിലെ നീതിക്കും ന്യായത്തിനും ധർമ്മത്തിനൊന്നും ഒരു സ്ഥാനവും ഇല്ല എന്ന് ഭഗവാൻ അന്ന് തന്നെ സൂചന കൊടുത്തിട്ടുണ്ട് പഞ്ചപാണ്ഡവർക്ക്. അപ്പോൾ ഇന്ന് സാമ്രാട്ടായ യുധിഷ്ഠിരനാണ് അതൊരു വലിയ ആശങ്കയായി മാറിയിരിക്കുന്നത്. യുധിഷ്ഠിരനാണ് ഭഗവാനോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് ശ്രീകൃഷ്ണ ഈ ഒരു രാജ്യത്തെ എല്ലാവരും ചേർന്ന് ജീവിക്കുന്ന ഒരു രാജ്യത്ത് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ഒന്നും ഒരു വിലയില്ലാതിരിക്കുന്നത്? ഇതൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇതൊന്നും പാലിക്കാതെ എങ്ങനെയാണ് എല്ലാവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന്.
ഇതൊരു വലിയ സംശയമായി യുധിഷ്ഠിരൻ ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ഭഗവാൻ പറയുന്നത്? ഒരു പുഞ്ചിരി തൂകിയിട്ട് ഭഗവാൻ പറഞ്ഞു, കലിയുഗത്തെ കുറിച്ച് പറയുക എന്നത് വാക്കുകൾക്ക് അതീതമാണ് എന്നുള്ളത്. അത് നിങ്ങൾ സ്വയം തന്നെ കണ്ടു മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നുള്ളത്. എന്നിട്ട് ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? 5 അമ്പുകൾ എടുത്ത് 5 ദിക്കിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 5 പഞ്ചപാണ്ഡവന്മാരോട് ഈ അമ്പുകളെല്ലാം ശേഖരിച്ച് തിരിച്ചു കൊണ്ടുവരാനും പറഞ്ഞു. മാത്രമല്ല, നിങ്ങൾ പോയി അമ്പ് ശേഖരിക്കുന്ന സ്ഥലത്ത് കാണുന്ന കാഴ്ച, അമ്പ് നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കാണുന്ന കാഴ്ച എന്താണ് എന്നുള്ളത് എന്നോട് വന്ന് അറിയിക്കാനായി ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം 5 പേരും, അതായത് പഞ്ചപാണ്ഡവര് അമ്പ് തേടി പോവുകയായി. അപ്പോൾ ആദ്യത്തെ ആളാണ് യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ അങ്ങനെ അമ്പ് തേടിയുള്ള യാത്രയായി കേട്ടോ. കുറെ ദൂരങ്ങൾ നടന്നതിന് ശേഷം അമ്പ് കിട്ടി. അമ്പ് കിട്ടിയ സ്ഥലത്ത് യുധിഷ്ഠിരൻ കണ്ട കാഴ്ച എന്താണ് എന്നറിയണ്ടേ? അതായത് ഒരു ആന നിൽക്കുകയാണ്, വലിയൊരു ആന നിൽക്കുകയാണ്. പക്ഷെ ആ ആനയ്ക്ക് 2 തുമ്പിക്കൈ, ഒരു ആനയ്ക്ക് 2 തുമ്പിക്കൈ. ഇങ്ങനത്തെ ഒരു ജീവിയാണ് യുധിഷ്ഠിരൻ കാണുന്നത്. യുധിഷ്ഠിരൻ ആകെ അന്തം വിട്ട് നോക്കുകയാണ്, ആന തന്നെയാണോ എന്നതാണെന്ന് യുധിഷ്ഠിരൻ നോക്കിയത്. അപ്പൊ യുധിഷ്ഠിരൻ ആ കണ്ട കാഴ്ച മനസ്സിൽ ശേഖരിച്ച് തിരിച്ച് ഹസ്തിനാപുരിയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. അടുത്ത ആളാണ് ഭീമൻ. ഭീമൻ അങ്ങനെ അമ്പ് തേടി തേടി പോവുകയായി. അങ്ങനെ അമ്പ് തേടി പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഭീമൻ അമ്പ് കണ്ടു. അപ്പൊ അമ്പ് കണ്ടെത്തി അവിടെ നേരെ നോക്കിയപ്പോൾ ഭീമൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ, അവിടെ 5 കിണറുകളുണ്ട്. അതായത് ഒരു കിണറിന്റെ നടുക്കെ ഒരു കിണർ ഉണ്ട്, അതിന് ചുറ്റുമായി 4 കിണറുകൾ ഉണ്ട് കേട്ടോ. ചുറ്റും അത്തൊക്കെ ആയിട്ട് 4 കിണറുകളുണ്ട്. ഈ 4 കിണറുകളും ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ നിറഞ്ഞ് കവിയുകയാണ്. പക്ഷെ ആ ഒരു കിണറിൽ മാത്രം ഒട്ടും വെള്ളമില്ല. അതിനാണെങ്കിൽ നല്ല ആഴത്തിൽ അത് കിടക്കുന്നുണ്ട്, പക്ഷെ അതിലാണെങ്കിൽ ഒറ്റ തുള്ളി വെള്ളമില്ല. പക്ഷെ ബാക്കി ആ ചുറ്റും നിൽക്കുന്ന 4 കിണറുകള് ഇങ്ങനെ നിറഞ്ഞ് കവിയുകയാണ്. അപ്പൊ ഈ കാഴ്ച കണ്ടിട്ട് ഭീമനാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. അതേപോലെ തന്നെ കാഴ്ച മനസ്സിൽ ശേഖരിച്ച് ഭീമൻ തിരിച്ച് ഹസ്തിനാപുരിയിലേക്ക് മടങ്ങുകയായി. അടുത്ത ആളാണ് അർജുനൻ. അർജുനൻ അങ്ങനെ അമ്പ് തേടി പോവുകയായി. അങ്ങനെ ഒരു ദിക്കെത്തിയപ്പോൾ അമ്പ് കിട്ടി. അമ്പ് കിട്ടിയെടുത്ത് അർജുനൻ കാണുന്ന കാഴ്ചയെ 2 രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അതായത് അർജുനൻ കേൾക്കുകയാണ്, ഒരു മധുരമായ സംഗീതം കേൾക്കുകയാണ്, ഒരു കുയില് പാടുന്ന പാട്ട് കേൾക്കുകയാണ്. പക്ഷേ കുയിലിനെ നോക്കിയ സമയത്ത് അർജുനൻ അന്തം വിട്ട് നിൽക്കുകയാണ്. ആ കുയില് ജീവനുള്ള ഒരു മുയലിന്റെ ഭാഗങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് മധുരമായി പാടുന്ന കുയില് ജീവനുള്ള ഒരു മുയലിന്റെ ഭാഗങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത് ഒരു വാദമുണ്ട്. അതേപോലെ തന്നെ അടുത്ത രീതിയിൽ പറയുന്നത് എന്താ വെച്ചാൽ, അർജുനൻ കാണുന്ന കാഴ്ച വേറെ ഒരു രീതിയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കഴുകൻ ഫ്ലഷ് തിന്നോണ്ടിരിക്കുക, അതായത് മാംസം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കഴുകന്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ അതിന്റെ ചിറകുകളില് വേദങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. വേദങ്ങൾ, അതായത് അമൂല്യമായ വേദങ്ങളാണ് അതിന്റെ ചിറകുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് തിന്നുന്നതാവട്ടെ മാംസം തിന്നുന്നു. ഈ 2 രീതിയിൽ ഒരു വാദമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2ഉം നിങ്ങളെ അറിയിച്ചത് കേട്ടോ. അപ്പൊ അങ്ങനെ അർജുനൻ കണ്ട കാഴ്ച മനസ്സിൽ ശേഖരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങുകയായി. അങ്ങനെ അടുത്തത് നകുലന്റെ ഊഴമാണ്. നകുലൻ അമ്പ് തേടിയുള്ള യാത്രയായി. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അമ്പ് കണ്ടുപിടിച്ചു. അങ്ങനെ അമ്പ് കണ്ടെടുത്ത് നിന്ന് ഒരു ആൾക്കൂട്ടം കണ്ടു. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി നകുലൻ പോയി ചെന്നപ്പോഴാണ് നോക്കുമ്പോഴാണ് കാണുന്നത്, അതായത് ഒരു ജനിച്ചു വീണ ഒരു ആട്ടുകുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു പശുക്കുഞ്ഞിനെ അതിന്റെ അമ്മ നക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അമ്മ നക്കുന്ന സമയത്ത് ആ ആട്ടുകുട്ടി അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയെ നോക്കുന്ന സമയത്ത് നകുലന് മനസ്സിലാവുന്നുണ്ട് ആ പശുക്കുട്ടിയുടെ മേലെ മുഴുവൻ മുറിവുകളായിട്ടുണ്ട്. അതായത് ഈ നക്കി അതിന്റെ അമ്മ തന്നെ അതിനെ മുറിവേൽപ്പിക്കുന്ന കാഴ്ചയാണ് നകുലൻ കാണുന്നത്. അപ്പോൾ ആ കണ്ട കാഴ്ചയെ മനസ്സിൽ ശേഖരിച്ച് നകുലൻ കൊട്ടാരത്തിലേക്ക് യാത്രയായി. അവസാനമായി സഹദേവന്റെ ഊഴമാണ്. സഹദേവൻ അങ്ങനെ അമ്പ് തേടിയുള്ള യാത്രയായി. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അമ്പ് കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ മലയിൽ നിന്ന് ഒരു വലിയ പാറക്കല്ല് ഉരുണ്ട് വീഴുകയാണ്. പക്ഷെ അത് ഉരുണ്ട് വീഴുന്ന വഴിയിൽ ഉള്ള എല്ലാ മറ്റ് വലിയ കല്ലുകളെയും അതേപോലെ തന്നെ മരത്തിനെയും ഒക്കെ തട്ടിത്തെറിപ്പിച്ച് വീഴുന്നുണ്ട്. എന്നാൽ അത് ഉരുണ്ടെത്തി ഒരു ചെറിയ ചെടിയുടെ അടുത്തെത്തിയ സമയത്ത് ആ കല്ല് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ കാഴ്ച കണ്ട് സഹദേവൻ അന്തം വിട്ടുപോയി. അങ്ങനെ എന്തായാലും കണ്ട കാര്യം മനസ്സിൽ ശേഖരിച്ച് നകുലനും സഹദേവനും എല്ലാവരും കൊട്ടാരത്തിലേക്ക് യാത്രയായി. അങ്ങനെ കൊട്ടാരത്തിലെത്തിയ പഞ്ചപാണ്ഡവരോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങൾ കണ്ട കാഴ്ചകള്, എന്നോട് ഓരോരുത്തരായി പറയൂ എന്നുള്ളത്. ആദ്യം തന്നെ യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ കണ്ടത്
ഒരു ആന, ആ ആനയ്ക്ക് 2 തുമ്പിക്കൈ ഉണ്ട്. അതെന്താണ് ഭഗവാനെ അതങ്ങനെ, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സൃഷ്ടി കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത് തന്നെയാണ് കലിയുഗത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. കലിയുഗത്തില് എല്ലാ മനുഷ്യർക്കും 2 മുഖങ്ങളായിരിക്കും. അതായത് അവര് സന്ദർഭത്തിനനുസരിച്ച് ഇങ്ങനെ മുഖം മാറിക്കൊണ്ടേയിരിക്കും. അതായത് അവർക്കൊരു വളരെ നല്ല, അതായത് ഒരു മാസ്ക് ഫേസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, വളരെ നല്ല ഇതായിട്ട് ഇങ്ങനെ ചമഞ്ഞു നിൽക്കുന്ന മുഖമായിരിക്കും ഒരു ഭാഗത്ത് ഉണ്ടാവുക. അടുത്ത ഭാഗത്തായിരിക്കും അവരുടെ വേറൊരു മുഖം. അതിനകത്ത് കള്ളത്തരവും കപടത്തരവും കുടിലതയും ഒക്കെ നിറഞ്ഞ മുഖമായിരിക്കും അത്. ഇതാണ് മനുഷ്യന്റെ ഇരുമുഖങ്ങൾ. അതായത് സത്വയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലൊക്കെ മനുഷ്യന്മാർക്ക് ഒരു മുഖമേ ഉള്ളൂ, ഒന്നുമില്ലെങ്കിൽ ദേവൻ അല്ലെങ്കിൽ അസുരൻ. പക്ഷേ കലിയുഗത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ മനുഷ്യന് 2 മുഖമാണ് എന്നതാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് യുധിഷ്ഠിരന്. അടുത്തത് ഭീമന്റെ ഊഴമായിരുന്നു. അപ്പൊ ഭീമനോട് ഭഗവാൻ ചോദിച്ചു, എന്താണ് ദർശിച്ചത് എന്ന്. അപ്പൊ ഭീമൻ പറയുകയാണ്, ഞാൻ 5 കിണറാണ് കണ്ടത് ഭഗവാനെ. അതില് ഒരു കിണറില് ഒട്ടും തന്നെ ഒരു തുള്ളി പോലും വെള്ളമില്ല. ബാക്കി 4 കിണറുകളിലും വെള്ളം കവിഞ്ഞ് ഒഴുകുകയാണ്, കവിഞ്ഞ് നിലത്ത് പോയി ഒഴുകിപ്പോയോട് വെറുതെ നഷ്ടപ്പെടുകയാണ് വെള്ളം എന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ഭഗവാൻ പറഞ്ഞു, ഇത് തന്നെയാണ് കലിയുഗത്തിന്റെ അടുത്തൊരു മുഖം എന്ന് പറയുന്നത്. ദരിദ്രനും ധനികനും ഒരേ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും കലിയുഗം എന്ന് പറയുന്നത്. ധനികന്റെ കയ്യിൽ എത്ര തന്നെ പണം ഉണ്ടെങ്കിലും അത് ദരിദ്രന് കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു മനസ്ഥിതി ധനികൻ ഉണ്ടാവില്ല. അതാണ് കലിയുഗത്തിന്റെ വേറൊരു മുഖം എന്ന് പറയുന്നത്. അതായത് ധനികന്മാരുടെ കയ്യില് പൈസ വന്നിങ്ങനെ കവിഞ്ഞ് അട്ടിക്കൂടുകയായിരിക്കും. പക്ഷെ എന്നാലും ദരിദ്രന് ഒരു നേരത്തെ ഭക്ഷണം, ശുദ്ധമായ ഭക്ഷണം കൊടുക്കാൻ പോലും അവർക്ക് മനസ്സുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായിരിക്കും ഇനി മനുഷ്യർ ജീവിക്കാൻ പോകുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അടുത്തത് അർജുനനായിരുന്നു. അർജുനനോട് ഭഗവാൻ ചോദിച്ചു, എന്താണ് താങ്കൾ ദർശിച്ചത് എന്ന്. അപ്പോൾ അർജുനൻ അപ്പോൾ പറയുന്നതാണ്, ഭയങ്കര വിചിത്രമായ കാഴ്ചയാണ് ഭഗവാനെ ഞാൻ കണ്ടത്. അതായത് ഒരു കുയില് മധുരമായി പാടുന്നുണ്ട്, പക്ഷെ അത് പാടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ അത് ജീവനുള്ള ഒരു മുയലിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഭഗവാൻ ഈ ഒരു രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ഇത് തന്നെയാണ് വേറൊരു ആമുഖം അല്ലെങ്കിൽ വേറൊരു മുഖം കലിയുഗത്തിന്റെ. അതായത് കുയിലിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താന്ന് വെച്ചാൽ അതിന് വളരെ അസലായി പാടാനുള്ള കഴിവുണ്ട്. അതായത് പാട്ട് വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കണ്ടത്തിൽ നിന്നാണ് അല്ലെ. അപ്പോൾ വളരെ നന്നായി പാടാനൊക്കെ കഴിവുണ്ട്. ഇതേപോലെ തന്നെ ആയിരിക്കും ഒരുപാട് കഴിവുകളുള്ള മനുഷ്യൻ അങ്ങേ അറ്റത്ത് അതല്ലെങ്കിൽ ആ ഒരു കഴിവിന്റെ അടുത്ത ഭാഗത്ത് ചെയ്യുന്നത് ദുഷ്പ്രവൃത്തിയായിരിക്കും എന്നുള്ളത്. അതായത് മെയിനായിട്ട് ഇത് പറയുന്നത് പണ്ഡിതന്മാരെയാണ്. പണ്ഡിതന്മാർക്ക് എല്ലാത്തിലും പ്രാവീണ്യം ഉണ്ടാവും. ആ പ്രാവീണ്യമുള്ള അതേ സമയത്ത് തന്നെ അവർ വേറെ മറുഭാഗത്ത് അവർ ചെയ്യുന്നത് ദുഷ്പ്രവൃത്തിയായിരിക്കും. അതായത് ഈ കുയിലിന്റെ ഒരു അവസ്ഥയെ എടുത്തു നോക്കുള്ളൂ. ഈ കണ്ടത്തിൽ നിന്നാണ് ശബ്ദം വരുന്നത്. അതേ കണ്ടം വഴിയാണ് അവരൊരു ഫ്ലഷ്, അതായത് ഒരു ജീവനുള്ള മുയലിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വിപരീതമായ ഒരു പ്രവൃത്തിയാണോ അല്ലെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കലിയുഗത്തിലും പറയുന്നത്. പണ്ഡിതന്മാരെ, അതായത് സാധാരണക്കാർക്ക് അറിവ് പകർന്ന് നൽകേണ്ട പണ്ഡിതന്മാരെ എന്തായിരിക്കും ചെയ്യുക? അറിവ് അത് കറക്റ്റായി ചെയ്യാതെ, അവരുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യാതെ അതിലൊരു ദുഷ്പ്രവൃത്തി ഉണ്ടാവും, അതിന്റെ വേറൊരു സൈഡിൽ ഒരു ദുഷ്പ്രവൃത്തി ഉണ്ടാവും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, അതായത് അർജുനന്റെ കാഴ്ചയെ വേറൊരു രീതിയിലും കൂടെ പറയുന്നുണ്ട് എന്നുള്ളത്. അതായത് ഒരു കഴുകൻ ഇത് ഭക്ഷിക്കുന്നത്, ഫ്ലഷ് മാംസം ഭക്ഷിക്കുന്നത്, ആ കഴുകന്റെ ചിറകുകളെല്ലാം വേദങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു എന്നത് ഉള്ളത് അല്ലെ. അപ്പൊ അതും ഇതേ ആശയം തന്നെയാണ് പറയുന്നത് കേട്ടോ. അതായത് കഴുകന്റെ ചിറകുകളിൽ വേദമാണ് എഴുതി വെച്ചിട്ടുള്ളത്. വേദത്തില് ജ്ഞാനമുള്ള പണ്ഡിതന്മാരാണ് ദുഷ്പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളൊരു ആശയമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ ഇവിടെയും. അടുത്തത് നകുലന്റെ ഊഴമാണ്. ഭഗവാൻ നകുലനോട് ചോദിക്കുകയാണ്, എന്താണ് കണ്ടത് എന്ന്. അപ്പോൾ നകുലൻ പറയുകയാണ്, ഒരു പശുക്കിടാവിനെ അതിന്റെ അമ്മ നക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ നക്കലിന്റെ ആഘാതം കൊണ്ട് പശുക്കിടാവിന്റെ ശരീരത്തൊക്കെ മുറിവുകൾ ഉണ്ടാവുകയാണ് എന്നതാണ് നകുലൻ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഇത് തന്നെയല്ലേ ദ്വാപരയുഗം തൊട്ട് നമ്മൾ കണ്ടുവന്നത്. അതായത് ധൃതരാഷ്ട്രരുടെ അമിതമായ പുത്രവാത്സല്യം കാരണം കൊണ്ടല്ലേ ദുര്യോധനന്റെ മരണം വരെ സംഭവിച്ചത്. കാരണം ദുര്യോധനനും ദുശാസനനും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് പോലും പരിശോധിക്കാതെ അതിനെ വെള്ളം തൊടാതെ വിഴുങ്ങി അവരുടെ എല്ലാ ദുഷ്പ്രവർത്തികൾക്കും അവർക്ക് കൂടെ സപ്പോർട്ടായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ധൃതരാഷ്ട്രർ. അങ്ങനെ നിന്ന് അവസാനം അത് ആ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ അത് അവരുടെ പുത്രന്മാരുടെ അന്ത്യം വരെ എത്തിച്ചു.
ഇത് തന്നെയായിരിക്കും ഇനി കലിയുഗത്തിലും. അതായത് മക്കളോടുള്ള അമിത വാത്സല്യം കാരണം കൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയെ ഒന്ന് വേർതിരിച്ച് നോക്കാതെ, അവർ പറയുന്ന കാര്യങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങി, അവരിലെ തെറ്റും ശരിയും മനസ്സിലാക്കി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാതെ മക്കളെ അമിതമായി സ്നേഹിച്ച് മക്കളുടെ ഒരു വിനാശത്തിലേക്ക് എത്തിക്കും അച്ഛനമ്മമാര്. അവസാനമായി ഭഗവാൻ സഹദേവനോട് കൂടെ ചോദിക്കുകയാണ് എന്താണ് കണ്ടത് എന്ന്. സഹദേവനും അർജുനൻ പറഞ്ഞ പോലെ തന്നെ വിചിത്രമായ ഒരു കാഴ്ചയാണ് എന്ന് പറഞ്ഞു. അതായത് ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു വലിയ പാറക്കല്ല് ഉരുണ്ട് വരികയാണ്. അത് അടുത്തുള്ള മരങ്ങളെയും അതേപോലെ തന്നെ വേറെ വലിയ വലിയ പാറക്കട്ടുകളെയൊക്കെ തകർത്ത് വരികയാണ്. പക്ഷെ അതൊരു കുഞ്ഞു ചെടിയുടെ അടുത്തെത്തിയപ്പോൾ അതവിടെ നിന്നു. അപ്പൊ എന്താണ് ഭഗവാനെ അതിങ്ങനെ എന്ന് ചോദിക്കുകയാണ് സഹദേവൻ. അപ്പോൾ ഭഗവാൻ പറയുകയാണ് ഇതൊരു വലിയ സൂചനയാണ് എന്നത്. അതായത് സൂചനയെക്കാട്ടിലും ഉപരി ഇത് മാനവർക്ക്, കലിയുഗത്തിൽ ജീവിക്കുന്ന മാനവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള വലിയ കാര്യമാണ് എന്നുള്ളത്. അതായത് മനുഷ്യൻ ഇങ്ങനെ പലതും വെട്ടിപ്പിടിക്കാൻ ഇങ്ങനെ തുടിച്ചു പാഞ്ഞോണ്ടിരിക്കുക അല്ലെ, ഇങ്ങനെ കുതിച്ചു പായുകയാണ്. അപ്പൊ അവന്റെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളെയും അവൻ തരണം ചെയ്യും. അവന്റെ അത്യാർത്തി കാരണം കൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളെയും അവൻ തരണം ചെയ്യും. എല്ലാത്തിനെയും അവൻ ഡിസ്ട്രോയ് ചെയ്യും, എല്ലാത്തിനെയും അവൻ നശിപ്പിക്കും. അതായത് ആ പാറകെട്ട് ഉരുണ്ട് വരുന്ന സമയത്ത് അത് സമീപത്തുണ്ടായ മരങ്ങളെയും അത് മറ്റ് ജീവികളെയും എല്ലാത്തിനെയും നശിപ്പിച്ച പോലെ തന്നെ മനുഷ്യന്റെ അത്യാർത്തി കൊണ്ട് പോകുന്ന മനുഷ്യൻ എല്ലാത്തിനെയും നശിപ്പിക്കും. അവസാനം അവൻ എവിടെയേ നിൽക്കുള്ളൂ? ഭഗവത് പാദങ്ങളിലേ അവൻ നിൽക്കുള്ളൂ. അതായത് ഭഗവാന്റെ ഒരു വിളയാട്ടം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഒരിക്കലും അത്യാർത്തിയുള്ള മനുഷ്യന് ഭഗവത് പാദം കിട്ടും എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് ഭഗവാന്റെ ഒരു കേളി വിലാസങ്ങളുണ്ട്, അതിന്റെ മുന്നിലേ അവൻ നിൽക്കുള്ളൂ എന്നതാണ് കാണിക്കുന്നത്. അപ്പോ വലിയ ഒരു മെസ്സേജാണ് ഭഗവാൻ കൊടുക്കുന്നത്. അതായത് നമ്മൾ ഒരിക്കലും കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും സത്യം, ധർമ്മം, നീതി, ന്യായം ഇത് വിട്ട് നമ്മൾ അധികം പെരുമാറരുത്. പക്ഷേ നമ്മളിലേക്ക് അധർമ്മം വരുമ്പോൾ ഉറപ്പായും അധർമ്മത്തിൽ തന്നെ നമ്മൾ തിരിച്ചും കൊടുക്കണം. പക്ഷെ എങ്കിൽ നമ്മളായിട്ട് ആർക്കും ഒരു അധർമ്മം പ്രവർത്തിക്കരുത് എന്നതാണ് ഭഗവാൻ ഈ ഒരു അഞ്ച് സൂചനയിലൂടെ പഞ്ചപാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് പഞ്ചപാണ്ഡവർക്ക് മാത്രമല്ല കേട്ടോ പറഞ്ഞു തരുന്നത്, മാനവരാശിക്ക് മുഴുവനാണ് ഭഗവാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതൊരു ചെറിയൊരു കഥയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കലിയുഗം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയ കഥയായിരുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായി കണ്ടവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. Thank you all and see you in the next video. Till then, bye.